എന്തിനായിരുന്നു ബദർ എന്ന ലക്ഷ്യം പോലും മറന്ന് റമദാനിന്റെ 17ന്റെ രാവിൽ കുറച്ച് ബൈത്തുകൾ പാടണം, മാലകൾ പാടണം, വെറൈറ്റികളായ ഒരു ആണ്ട് കഴിക്കണം എന്നതിൽ കവിഞ്ഞ് ആ ബദർ എന്ന യുദ്ധവും ബദറിലെ സഹാബാക്കളും മുസ്ലിം ഉമ്മത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ത് എന്നതിനെപ്പറ്റി നമ്മളിൽ പലരും അശ്രദ്ധരാണ്, പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. സത്യത്തിൽ എന്തിനായിരുന്നു ബദർ? എവിടെ വെച്ചായിരുന്നു ബദർ യുദ്ധം? ആര് തമ്മിലായിരുന്നു ബദറിന്റെ രണാങ്കണത്തിൽ ഏറ്റുമുട്ടിയത്? അത് തിരിച്ചറിയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ആദ്യം മുതൽക്കേ പഠിക്കണം. മക്കയിലുള്ള മുസ്ലിമീങ്ങളും മദീനയിലുള്ള മുസ്ലിമീങ്ങളും തമ്മിലായിരുന്നു ബദർ യുദ്ധം. മക്കയിലുള്ള ശത്രു വിഭാഗവും മദീനത്തുള്ള പ്രവാചകന്റെ വിഭാഗവും. മക്കയിൽ ജീവിക്കുകയും ജനിക്കുകയും വളരുകയും ചെയ്ത അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ എങ്ങനെ മദീനയിലെത്തി? മദീനയിലുള്ള ആളുകളോടൊപ്പം എങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ബദറിലേക്ക് പുറപ്പെടേണ്ടി വന്നു? എന്തിന്റെ പേരിലാ അള്ളാഹുവിന്റെ ഹബീബ് മദീന എന്ന നാട്ടിലേക്ക് നാട് വിട്ടെത്തിപ്പെടേണ്ടി വന്നത്? ആ ചരിത്രം മുതൽക്ക് പഠിച്ചെങ്കിൽ മാത്രമേ ബദർ യുദ്ധത്തിന്റെ കാതലായ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കൂ. മക്ക വിട്ട് മദീനത്തേക്ക് റസൂലുള്ള പോകാനുള്ള കാരണം മക്കയിലുള്ള ഏതെങ്കിലും പെണ്ണ് കേസല്ല, സാമ്പത്തികമായി ആരെയെങ്കിലും ചൂഷണം ചെയ്തതിന്റെ പേരിലല്ല, മക്കയിൽ അടിപിടി കേസ് ഉണ്ടാക്കുകയോ ആരെയെങ്കിലും ദ്രോഹിച്ചതിന്റെ പേരിലോ അല്ല അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മക്ക വിട്ട് മദീനത്തേക്ക് പോകേണ്ടി വന്നത്. ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുമ്പം 40ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിക്കുമ്പോൾ അന്ന് മക്കയിലുണ്ടായിരുന്ന സർവ്വഗോത്രങ്ങളിൽ ഭൂരിപക്ഷവും മുസ്ലിമീങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ പ്രവാചകന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള എന്നായത്. അതുകൊണ്ട് ആ വാപ്പാന്റെ ജ്യേഷ്ഠൻ അബൂജഹലായത്, വാപ്പയുടെ ജ്യേഷ്ഠൻ അബൂത്വാലിബായത്, വല്യാപ്പ അബ്ദുൽ മുത്തലിബായത്, ഉമ്മ ഹാഷിം കുടുംബത്തിലുണ്ടായത്, മാതാവ് ആമിനയായത്, അക്കാലഘട്ടത്തിലെ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട അസ്ലം ഗോത്രത്തിൽപ്പെട്ട മക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിമീങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് പറ്റിയ ഒരു അബദ്ധം, അന്ന് മക്കയിലേക്ക് ആളുകൾ കച്ചവടത്തിന് വരുമ്പോൾ ആ കച്ചവടത്തിന് വന്ന ആളുകൾക്ക് നിർലോഭം വള്ളം ദാനം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ലാത്ത എന്ന പേരുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ആ പുണ്യപ്രവൃത്തി കണ്ട് അന്ന് മക്കയിലുള്ള പലരും സന്തോഷിച്ചിട്ടുണ്ട്. ആ ലാത്ത മരണപ്പെട്ടപ്പോ ലാത്തയെ സ്നേഹിച്ചിരുന്ന മക്കക്കാരെന്ത് ചെയ്തു? ലാത്തയൊക്കെ ദൈവത്തിന്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണെന്നും ജനങ്ങളെ ഒരുപാട് സേവിച്ച വ്യക്തിയാണെന്നും അതുകൊണ്ട് ലാത്തയൊന്നും നമ്മൾ പെട്ടെന്ന് മറക്കാൻ പാടില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലാത്തയുടെ കബറ് ഒരാളുടെ അര ഉയരത്തിൽ അവർ കെട്ടിപ്പൊക്കി. എന്നിട്ട് കുമ്മായമിട്ട് തേച്ച് ഒരു പള്ളിയുടെ മിനാരം പോലെ സ്ഥാപിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ആ കബറിന്റെ അരികിൽ വന്ന് പലരും ബർക്കത്തെടുക്കാൻ തുടങ്ങി. കച്ചവട യാത്ര വരുന്ന പലരും മുൻപ് ലാത്തയെ കണ്ടിരുന്നവർ പിന്നീട് ലാത്ത ഇല്ലെന്നറിഞ്ഞപ്പോൾ ലാത്തയുടെ കബറിങ്കൽ പോയി സുജൂദ് ചെയ്യാൻ തുടങ്ങി. മക്കയിൽ നിന്ന് പലരും എത്യോപ്യയിലേക്കും സിറിയയിലേക്കും ലെബനാനിലേക്കും കച്ചവടത്തിന് പോകുമ്പോൾ ഇതേ ലാത്തയുടെ കബറിന്റെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചു, ലാത്തയെ യാത്ര എളുപ്പാക്കി തരണം. ഇത്തരത്തിലുള്ള വിശ്വാസത്തിൽ അവർ മുൻപോട്ട് പോകുമ്പോഴാ അള്ളാഹുവിന്റെ പ്രവാചകന് നുബുവത്ത് കിട്ടുന്നത്. ആ നുബുവത്തിന്റെ കാതലായ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതായിരുന്നു. ലാത്തയുടെ കബറിങ്കൽ പോയി സുജൂദ് ചെയ്യുകയും ലാത്തയോട് പ്രാർത്ഥിക്കുകയും ലാത്തയെ സഹായിക്കണമെന്ന് പറയുകയും ചെയ്യുന്നവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂത്വാലിബിന്റെ തായ്വരയിലെ ഒരു പാറക്കല്ലിൽ കയറി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ലാത്തന്റെ കബറിന്റെ അടുത്ത് പോകാൻ പാടില്ല. ലാത്തയൊക്കെ സൃഷ്ടികൾ മാത്രമാണ്. ഇന്നക്കും മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ. ലോകത്ത് അല്ലാഹ് പടച്ച സർവ്വചരാചരങ്ങളും മരിക്കും. മരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുഹമ്മദ് എന്ന പ്രവാചകനായ ഞാനും ഉണ്ടാകും. മുൻഗാമികളായ സർവ്വ അമ്പിയാക്കളും മരിച്ചിട്ടുണ്ട്, സർവ്വ ഔലിയാക്കളും മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാത്തയുടെ കബറിന്റെ അരികിൽ പോകാനോ ലാത്തയുടെ കബർ പൂജ നടത്താനോ ലാത്തയോട് പ്രാർത്ഥിക്കാനോ പാടില്ല. ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഖുറൈശികൾ സമ്മേളിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദിനെ ഇനി മക്കയിൽ വാഴിക്കാൻ പാടില്ല.
നമ്മളെ വാപ്പയും വാപ്പന്റെ വാപ്പയും കാരണന്മാരും ജീവിച്ചിരുന്ന പാരമ്പര്യ വിശ്വാസത്തെ ചോദ്യം ചെയ്തവനാണ് മുഹമ്മദ്. ലാത്തന്റെ കബറിങ്കൽ പോകരുതെന്ന്, ലാത്തയെപ്പോലെ പുണ്യമുള്ള മനുഷ്യന്മാരെ ഒരിക്കലും കബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യരുതെന്ന്. അതുകൊണ്ട് പാരമ്പര്യ വിശ്വാസത്തെ തകർത്ത മുഹമ്മദിനെ മക്കയിൽ വെച്ച് കൊന്നുകളയണം. അങ്ങനെ കൊല്ലുമെന്ന തീരുമാനം ശത്രുക്കൾ എടുത്തപ്പോഴായിരുന്നു അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ട് മദീനയിലേക്ക് നാടുവിടാനുള്ള കാരണം. അതുകൊണ്ട് മദീനയിലേക്ക് നാടുവിട്ടു പോകുമ്പോൾ മക്കയുടെ അതിര് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ പാറയുടെ മലയുടെ മുകളിൽ കയറി മക്ക എന്ന നാടിനെ നോക്കി തിരുദൂതൻ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, യാ മഹബ്ബത്തി മക്ക, എന്റെ പ്രിയപ്പെട്ട കരളായ മക്ക, വലൗലാ അൻ ഖൗമി അഖ്രിജൂനി മിൻകി മാ സകൻതു ഗൈറകി, നിന്റെ കൂട്ടത്തിലുള്ള ചിലർ എന്നെ ആട്ടിയോടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും മക്ക നിന്നെ വിട്ടു ഞാൻ പോകില്ലായിരുന്നു. അഥവാ അള്ളാഹുവിന്റെ തിരുദൂതൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് ചെല്ലാനുള്ള കാരണം മക്കയിലുള്ള ആളുകൾ പറഞ്ഞു, ലാത്തയുടെ കബർ ഞങ്ങൾക്ക് വേണം, ആ കബറിന്റെ അടുത്ത് ഞങ്ങൾ സുജൂദ് ചെയ്യും, ആ കബറാളികളോട് ഞങ്ങൾ പ്രാർത്ഥിക്കും, പറ്റില്ലെങ്കിൽ മുഹമ്മദെ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്നായപ്പോഴായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് നാടുവിടേണ്ടി വന്നത്. സ്വാഭാവികമായും മക്കയിൽ അന്ന് ജീവിച്ചിരുന്നത് മുസ്ലിമീങ്ങൾ, മദീനയിൽ പ്രവാചകനെ സ്വീകരിച്ചത് മുസ്ലിമീങ്ങൾ. മക്ക വിട്ടു പോകാനുള്ള കാരണം ഏകദൈവ വിശ്വാസത്തിൽ അവർ കള്ളത്തരം കാണിച്ചപ്പോ മദീനയിലുള്ള ആളുകൾ റസൂലിനെ സ്നേഹിക്കാനുള്ള കാരണം ഏകദൈവ വിശ്വാസത്തെ അവർ സ്വീകരിച്ചതിന്റെ പേരിൽ. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, അങ്ങനെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുന്ന അള്ളാഹുവിന്റെ തിരുദൂതൻ രണ്ടു കൂട്ടരും തമ്മിൽ കണ്ടുമുട്ടുന്നത് ബദർ എന്ന സ്ഥലങ്ങളിൽ വെച്ച്. മക്കയുടെയും മദീനയുടെയും അതിർവരമ്പിന്റെ അരികിലേക്കായി നിൽക്കുന്ന ബദർ എന്ന പ്രദേശത്ത് വെച്ച്, ആ പ്രദേശത്ത് വെച്ച് ഈ രണ്ട് സൈന്യങ്ങളും തമ്മിൽ കാണുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. നമ്മളെ മനസ്സിലുണ്ടാകുന്നത് എന്തായിരിക്കും? മക്കക്കാര് അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട കാഫിരീങ്ങളായ ആളുകൾ, മദീനക്കാര് മുസ്ലിമീങ്ങളായ ആളുകൾ. പക്ഷേ പേരുകൊണ്ട് മക്കക്കാര് മുസ്ലിമായിട്ടും അള്ളാഹു അവരെ പ്രയോഗിച്ച പ്രയോഗം ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖത. തീർച്ചയായും ബദറിൽ വെച്ച് രണ്ട് സൈന്യങ്ങൾ കണ്ടുമുട്ടിയ സന്ദർഭം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെടും. ഫിഅത്തുൻ, ഒരു കൂട്ടർ, തുഖാത്തിലു ഫീ സബീലില്ലാഹ്, റബ്ബിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നവരായിരുന്നു ഒരു കൂട്ടർ. അത് അള്ളാഹുവിന്റെ തിരുദൂതനും സഹാബാക്കളുമാണ്. വഉഖ്റ, രണ്ടാമത്തൊരു കൂട്ടരുണ്ടായിരുന്നു, കാഫിറത്തുൻ, അവർ കാഫിരീങ്ങളാ, അവർ കാഫിരീങ്ങളാ. അള്ളാഹു കാഫിറുകൾ എന്ന് പ്രയോഗിച്ചത് ആരെയാ? അമുസ്ലിമീങ്ങളെയല്ല, മക്കയിലുള്ള ജൂത നസാറാക്കളെയല്ല, മറിച്ചന്ന് റസൂലുള്ളാന്റെ കുടുംബമായിരുന്ന മക്കയിലെ അബൂജഹൽ അടക്കം, അബൂലഹബ് അടക്കം, അബൂ സുഫിയാൻ അടക്കം അള്ളാഹുവിന്റെ തിരുദൂതന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെയാണ് അള്ളാഹു തആല കാഫിർ എന്ന് പ്രയോഗിച്ചത്. എന്തേ കാഫിർ എന്ന് റബ്ബ് അവരെ പ്രയോഗിക്കാനുള്ള കാരണം? കാഫിർ എന്ന അറബി വാക്കിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം മറച്ചു വെക്കുന്നവൻ, മൂടി വെക്കുന്നവൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ തൊഴിലാളികളെ, കൃഷിക്കാരെ കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം ധാന്യമണികൾ മണ്ണിനടിയിൽ മറച്ചു വെക്കുന്നവർ എന്ന അർത്ഥത്തിൽ. പക്ഷെ റബ്ബ് ഇവരെ കാഫിരീങ്ങൾ എന്ന് വിളിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്, റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ സുജൂദ് ചെയ്യാവൂ എന്ന വാക്ക് അവര് മറച്ചു പിടിച്ചു. പകരം അവര് ലാത്തയെ മുൻനിർത്തിയിട്ട് പറഞ്ഞു, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. മുഹമ്മദേ, നീ പറയുന്നത് പോലെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച റബ്ബ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? മറിച്ച് ലാത്തന്റെ അരികിൽ പോയ ഒന്നുമില്ലെങ്കിലും ലാത്തന്റെ കബറില്ലേ, ലാത്തയൊക്കെ പുണ്യ മനുഷ്യനല്ലേ, ലാത്തന്റെ അരികിൽ ചെന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച നമ്മളൊക്കെ പാപികളാണെങ്കിൽ ലാത്തന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാന്റെ അരികിലേക്ക് നമ്മളെ ചേർത്ത് നിർത്താൻ ഈ ലാത്തക്ക് സാധിച്ചാലോ എന്ന വിശ്വാസമുള്ളത് കൊണ്ടായിരുന്നു അല്ലാഹു തആല അവരെ കാഫിരീങ്ങൾ എന്ന് വിളിക്കാനുള്ള കാരണം. ഇന്ന് ലോകത്തൊരാളെയും കാഫിറാക്കാൻ നമ്മളില്ല. പക്ഷേ ചിന്തിക്കണം മുസ്ലിം സമുദായമേ, അന്ന് മക്കയിലുള്ള കബറിനെ പോലെ ഇന്ന് കേരളക്കരയിലും മക്ബറകളുണ്ട്, കബറുകളുണ്ട്. കബറിന്റെ അരികിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. യാത്രക്കാവട്ടെ, പ്രശ്നപരിഹാരത്തിനാവട്ടെ, മക്കളുണ്ടാവാനാവട്ടെ, മറ്റേത് വിഷയത്തിനും കബറിന്റെ അരികിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനേറെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളോട് പോലും പ്രാർത്ഥിക്കുന്നു.
ബദരീങ്ങളെ കാക്കണേ, മമ്പർദ തങ്ങളെ കാക്കണേ, ഒമാനൂർ തങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, അല്ലെങ്കിൽ ഇന്ന തങ്ങളെ, ഇന്ന ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്നതും അന്ന് മക്കക്കാര് ചെയ്തതും ഒരേ രീതിയിലുള്ള വിശ്വാസം തന്നെയാ. ഇതിനർത്ഥം നമ്മളൊരു കൂട്ടരെ കാഫിറാക്കി എന്നല്ല, ചിന്തിക്കാൻ വേണ്ടിയാ. അല്ലാഹുവിന്റെ അരികിലേക്ക് മടങ്ങുമ്പോ പാപഭാരം കൊണ്ട് റബ്ബമാനിക്കപ്പെടാതിരിക്കാൻ. അതുകൊണ്ട് തന്നെയാ അന്ന് വീണ്ടും ചരിത്രം നമ്മളെ പഠിപ്പിച്ചു. ബദർ യുദ്ധത്തിന് പോകാനിറങ്ങുന്ന അബൂജഹൽ, അള്ളാഹു കാഫിർ എന്ന് വിളിച്ച അബൂജഹർ, ആ അബൂജഹല് യുദ്ധത്തിന് പോകാൻ നേരത്തെ കഅബന്റെ അരികിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. കഅബയുടെ മുകൾ ഭാഗത്തുള്ള അതിന്റെ കില്ല പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ. അബൂജഹൽ എന്ന റബ്ബ് പരിചയപ്പെടുത്തുന്ന കാഫിർ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻസുർനി, നീ ഞങ്ങളെ സഹായിക്കണം, സത്യത്തെ വിജയിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു അന്ന് അബൂജഹലും ബദറിലേക്ക് പുറപ്പെട്ടത്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതോടൊപ്പം അബൂജഹൽ എവിടെയും പോയി, ലാത്തന്റെ കബറിങ്കലും പോയി, ഉസ്സ എന്ന മരത്തിന്റെ അടുത്തും പോയി ദുആ ചേർന്നു. അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞു, വഹും മുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തവരായിരുന്നു റസൂലേ. അതുകൊണ്ടാണ് ബദറിൽ പങ്കെടുത്ത മുസ്ലിം സൈന്യത്തോട് എതിരിട്ട മക്കയിലെ ഖുറൈശ് ഗോത്രമടക്കമുള്ള ആ മുസ്ലിം കുടുംബത്തെ അള്ളാഹു കാഫിറുകൾ, മുശ്രിക്കുകൾ എന്ന് പരിചയപ്പെടുത്താനുള്ള കാരണം. എന്നിട്ടും അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിക്കല്ലേ, മരിച്ചവരോട് പ്രാർത്ഥിക്കല്ലേ, ഖബറിന്റെ അടുത്ത് പോയി തേടല്ലേ. നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥനകൾ അവർ കേൾക്കില്ല. മറ്റൊരു ഭാഗത്ത് റബ്ബ് വീണ്ടും ഓർമ്മപ്പെടുത്തി, ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, ഒരിക്കലും നിങ്ങൾ അല്ലാഹുവല്ലാത്ത ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത്രമാത്രം കൃത്യമായി ബദറിന്റെ ചരിത്രം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടും അന്ന് ബദറിൽ പങ്കെടുക്കാൻ പോയ അതേ സഹാബാക്കളോടാ ഇന്ന് ചിലർ പ്രാർത്ഥിക്കുന്നത്. അതാ ബദറുമാല, അതാ ബദറിന്റെ കിസ്സ. ഇന്നും യാത്രകളിലും പ്രശ്നങ്ങളിലും ആൾക്കാർ പറയുന്നത് എന്താ? ബദരീങ്ങളെ കാക്കണേ, എന്റെ ബദരീങ്ങളെ കാത്തോളണേ എന്ന്. എന്ത് ലക്ഷ്യത്തിനാണോ ബദരീങ്ങൾ ബദറിലെത്തിയത്, ആ ലക്ഷ്യത്തെ പോലും നശിപ്പിച്ചു കളയുന്ന വിശ്വാസം ആര് ഈ മനുഷ്യന്റെ ഉമ്മത്തിന്റെ മേൽ കെട്ടിവെച്ചു? അന്ന് മക്കയിലുണ്ടായിരുന്ന അതേ ബഹുദൈവ വിശ്വാസം ആഗ്രഹിച്ച അതേ വിശ്വാസത്തിന്റെ അലയൊലികളാ ഇന്ന് നമ്മളെ കൂട്ടത്തിലും ചില ആളുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ ബദർ യുദ്ധം എങ്ങനെയായിരുന്നു നടന്നത്? അള്ളാഹുവിന്റെ തിരുദൂതനും സഹാബത്തും മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയി. പക്ഷേ പോയ സമയത്ത് സർവ്വ സമ്പത്തുകളും മക്കയിൽ ഉപേക്ഷിച്ചിട്ടാ പോയത്. ഒരു ചില്ലിക്കാശ് പോലും ആ സഹാബത്ത് കൂടെ കൂട്ടിയിട്ടില്ല. അന്നവർക്കൊരു ലക്ഷ്യമേയുള്ളൂ, റബ്ബിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം, അള്ളാഹുവിന് വേണ്ടി നെഞ്ചുപൊരുതി നിൽക്കണം. അതുകൊണ്ട് തന്നെ ഒരു കാലണ പോലും കയ്യിൽ കരുതാതെ, കിടപ്പാടം പോലും ഉപേക്ഷിച്ചിട്ട അവരോരോരുത്തരും മദീനയിലേക്ക് ഹിജ്റ പോയത്. പക്ഷെ ആ സമ്പത്തുകൾ മക്കയിലെ ഈ ശത്രുക്കളായ കാഫിര്യങ്ങൾ വാരിക്കൂട്ടി. ആ സമ്പത്തുകൾ മുഴുവനും അവർ കൊള്ളയടിച്ചു വെച്ചു. മാസങ്ങൾക്ക് ശേഷം മദീനയിൽ മുഹമ്മദ് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പം ഈ സമ്പത്ത് ഉപയോഗിച്ച് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അവരൊരു കച്ചവട സംഘത്തെ ഷാമിലേക്ക് അയച്ചു. തീരുമാനം ഇങ്ങനെയായിരുന്നു, മുസ്ലിമീങ്ങളുടെ സമ്പത്തെടുത്ത് ലാഭം കിട്ടിയാൽ മുസ്ലിമീങ്ങളെ തന്നെ മദീനയിൽ ചെന്ന് കൊന്നുകളയണം, മുഹമ്മദിനെയും അനുയായികളെയും മദീന ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. അതിന് സമ്പത്ത് മക്കയിൽ നിന്നും നാട് വിട്ടുപോകുമ്പം മുഹമ്മദും അനുയായികളും ഉപേക്ഷിച്ച സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ അവര് വാരിക്കൂട്ടിയെടുത്ത് അബൂ സുഫിയാനെ കച്ചവടത്തിനയച്ചു. പക്ഷെ ആ കച്ചവടമാകട്ടെ വമ്പിച്ച ലാഭം. ആ ലാഭത്തിന്റെ കുമിഞ്ഞുകൂടിയ സമ്പത്തുകളുമായി മക്കയിലേക്ക് തിരിച്ചു പുറപ്പെടുന്ന അബൂ സുഫിയാനെ തൊട്ട് അല്ലാഹു തആല വഹീ മുഖേന പ്രവാചകന് മദീനത്തിൽ വിവരമറിയിച്ചു കൊടുത്തു, റസൂലേ, ആ സമ്പത്തെങ്ങാനും മക്കയിലെത്തിയാൽ പിന്നെ അവര് ചെയ്യുന്നത് മദീന ആക്രമിക്കലായിരിക്കും, മദീന അവര് തകർത്ത് കളയും. അതുകൊണ്ട് നബിയെ, താങ്കൾ ഒരു സൈന്യത്തെയും സഹാബത്തിനെയും കൂട്ടി ആ കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ, തടഞ്ഞ് ആ സമ്പത്ത് നിങ്ങളുടേതാണ്, അതെടുക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടണം. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങള് തന്റെ കൂടെ പോന്ന മുഹാജിരിങ്ങളും മദീനയിലുണ്ടായിരുന്ന അൻസാറുകളെയും കൂട്ടി ആ സൈന്യത്തെ, കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പുറപ്പെട്ടു. പക്ഷേ ചാരന്മാര് മുഖേന ആ വാക്ക് അബൂ സുഫിയാൻ എന്ന ശത്രു അറിഞ്ഞു. മറ്റൊരു വഴിയിലൂടെ അബൂ സുഫിയാൻ മക്കയിലേക്ക് രക്ഷപ്പെട്ടു. മക്കയിലേക്ക് എത്തിയ അബൂ സുഫിയാൻ അന്ന് മക്കക്കാരുടെ നേതാവ് അബൂജഹലിനെ കണ്ടിട്ട് പറഞ്ഞു, മുഹമ്മദ് ആളെയും കൂട്ടി പുറപ്പെട്ടിട്ടുണ്ട്,
അതുകൊണ്ട് ഞങ്ങൾ മറുവഴിക്ക് രക്ഷപ്പെട്ടു പോന്നതാ. ആ സമയത്ത് അബൂജഹൽ തീരുമാനമെടുത്തു, ഇതാണ് നല്ല സന്ദർഭം. മുഹമ്മദിനെ മദീനയിൽ നിന്നും പുറത്തേക്ക് വന്നാൽ പുറത്തു വെച്ച് കൊന്നുകളയാം. വമ്പിച്ചൊരു സൈന്യത്തെ അബൂജഹൽ ഒരുക്കി. 200 ഒട്ടകങ്ങൾ, 200 കുതിരകൾ, ആ കുതിരപ്പടയാളികൾ, 900 പടയാളികൾ, നർത്തകിമാർ, മൂക്കമുട്ട മാംസങ്ങൾ എല്ലാം ഒരുക്കി 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തെയും കൊണ്ട് അബൂജഹല് അല്ലാഹുവിന്റെ റസൂലിനെയും പ്രതീക്ഷിച്ച് ബദറിൽ വന്നിരുന്നു. ഇതൊന്നും അറിയാത്ത അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങള് ബദറിലേക്ക് എത്തിയപ്പോഴാണ് കാണുന്നത് 900 ശത്രു സൈന്യമാ കൺമുൻപിൽ. ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഒരു ചെറിയ കച്ചവട സംഘത്തെയായിരുന്നു. പക്ഷേ കണ്ടതാവട്ടെ 900 ശത്രു സൈന്യത്തെ. എന്ത് ചെയ്യുമെന്ന വെപ്രാളത്തിൽ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഒരുമിച്ചുകൂടി ചേർന്ന് നിന്ന് തീരുമാനമെടുക്കാൻ തീരുമാനിച്ചു. സഹാബത്തിനെ വിളിച്ചുകൂട്ടി അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുത്തു, എന്റെ റബ്ബ് എനിക്ക് വാക്ക് തന്നിരിക്കുന്നു, ഒന്നെങ്കിൽ കച്ചവട സംഘം, അല്ലെങ്കിൽ ഈ വലിയ സൈന്യം. നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ റബ്ബ് നമ്മളെ സഹായിക്കാനുണ്ടാകും. പക്ഷേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. 314 സഹാബത്തിനെയും കൂടെ നിർത്തി അള്ളാന്റെ ഹബീബ് ചോദിച്ചു, നിങ്ങൾ എന്റെ കൂടെ നിൽക്കില്ലേ? മുഹാജിരീങ്ങൾ പറഞ്ഞു, നബിയെ, അള്ളാഹുവിന് വേണ്ടി മക്ക ഉപേക്ഷിച്ചവരാണ് ഞങ്ങളെങ്കിൽ നിങ്ങളോടൊപ്പം ഏതറ്റം വരെയും ഞങ്ങളുണ്ടാകും. പക്ഷേ റസൂലുള്ളാഹിക്ക് ഒരു സങ്കടം, മദീനക്കാര് കൂടെ നിൽക്കുമോ? മദീനയിലുള്ള ആളുകളെ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവരല്ലേ, അവരെന്റെ കൂടെ നിൽക്കുമോ എന്ന ആശങ്കയിൽ അന്ന് മദീനക്കാരുടെ നേതാവായിരുന്ന സഅദ് ബിൻ മുആദിനെ അടുത്ത് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കും, സഅദേ, ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം. മുഹമ്മദ് കൂട്ടിക്കൊണ്ടുവന്ന് കൊലക്ക് കൊടുത്തു എന്ന് ആരോപിക്കരുത്. മുന്നോട്ട് പോയാൽ ജീവിച്ചു കൊള്ളണമെന്നില്ല. നമ്മളെ മുഴുവനും അവർ കൊന്നുകളഞ്ഞേക്കാം. എന്നാലും മുന്നിട്ടിറങ്ങാൻ താങ്കളുടെ കൂട്ടർ എന്നോടൊപ്പം ഉണ്ടാകുമോ? അന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിനോട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാന്റെ ഹബീബേ, സഅദിന്റെ കഴുത്തിന്റെ മുകളിലേക്ക് തല അവിടെ കാണാതിരിക്കുകയും സഅദിന്റെ മയ്യത്തിൽ നിന്ന് കഴുകന്മാർ മാംസം കൊത്തിവലിക്കുന്നത് കണ്ടാൽ ഞാൻ മരിച്ചു എന്ന് ഉറപ്പാക്കുന്ന നേരമല്ലാതെ നിങ്ങൾ തിരിച്ചോടരുത് റസൂലേ. ആ സെക്കൻഡ് വരെ അൻസാരികൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷായി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ നേതൃത്വത്തോടുകൂടി ആ തൗഹീദിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന സഹാബത്തിനെ അണികളാക്കി നിർത്താൻ തുടങ്ങി. ആ സമയത്ത് വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു. കൂട്ടത്തിലുള്ള ഒരു സ്വഹാബി ചോദിച്ചു, റസൂലേ, റബ്ബിന്റെ തീരുമാനമാണ് ഇവിടെ നമ്മൾ നിൽക്കാൻ എന്നാണോ റബ്ബിന്റെ കൽപ്പന? റസൂലുള്ളാഹി പറഞ്ഞു, അല്ല സഹാബത്തെ, എങ്കിൽ നബിയെ, നമ്മൾക്കൽപ്പം മാറി നിൽക്കാം. കാരണം ഇതൊരു ചതുപ്പ് നിലയമാണ്. ഒരുപക്ഷെ ഇവിടെ വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. വെള്ളമുണ്ടായാലും നമുക്കത് ബുദ്ധിമുട്ടാകും. ആ അനുയായിയുടെ സഹാബത്തിന്റെ വാക്ക് റസൂലുള്ളാഹി അംഗീകരിച്ചു. അത്ര നല്ല നേതൃത്വ പാഠവും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടെടുക്കുന്ന തീരുമാനം. മാറിയിരുന്ന അന്ന് രാത്രി തന്നെ കുത്തിച്ചൊരിയുന്ന മഴ പെയ്തു. അവിടെ ആദ്യം നിന്ന സ്ഥലത്തായിരുന്നു സഹാബത്ത് നിന്നതെങ്കിൽ അവരശേഷം തകർക്കപ്പെട്ടു പോകുമായിരുന്നു. ആ ചതുപ്പിൽ അവർ നിലത്ത് കുത്തിപ്പോകുമായിരുന്നു. മാറിയിരുന്ന സ്ഥലത്ത് അവർക്ക് വെള്ളം കിട്ടുകയും അവരാവേശത്തോടെ പിറ്റേന്ന് നേരം വെളുത്ത് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ കാത്തിരിക്കുകയും ചെയ്തു. ആദ്യം നടന്നത് നന്ദയുദ്ധമാ, കൈയുദ്ധം. 3 പേരെ റസൂല് പറഞ്ഞയച്ചു, 3 പേരെ ശത്രുഭാഗത്തുനിന്നും പറഞ്ഞയച്ചു. 3 പേരെയും ഇസ്ലാമിന്റെ പടയാളികൾ തുരത്തിയോടിച്ചു, കൊന്നുകളഞ്ഞു. പക്ഷേ മൂന്നാമനുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പം ആ ശത്രുവിന്റെ ചതിയിലൂടെ സഹാബാക്കൾക്ക് ഒരാൾക്ക് വെട്ടേറ്റു. ആ വെട്ടിന്റെ അവസാനം ആ ബദറിന്റെ രണാങ്കണത്തിൽ ആ സ്വഹാബത്ത് മരണപ്പെട്ടു പോകുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്ന് നേരം വെളുത്തു. സഹാബാക്കൾ എന്തിനും തയ്യാറായി നിൽക്കുന്ന സമയം, തോളപ്പിച്ചും അടമ്പൊപ്പിച്ച് കയ്യിൽ വാളും പിടിച്ച് സഹാബാക്കൾ 900 ശത്രു സൈന്യത്തിന്റെ നേരെ മരണമെങ്കിൽ മരണം, അല്ലെങ്കിൽ തൗഹീദ് എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് റസൂലുള്ളാഹിക്ക് ധൈര്യം കൊടുക്കാൻ തുടങ്ങി. ഓരോരുത്തരെ അല്ലാഹുവിന്റെ ഹബീബ് സഫാക്കി നിർത്തു. നിർണായകമായ പല സംഭവങ്ങളും ആ യുദ്ധക്കളത്തിൽ പിന്നീടുണ്ടായി. ആദ്യം ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഒന്നാമത്തെ സഫിൽ. ആ ഒന്നാമത്തെ സഫിൽ ആദ്യമായി പുറപ്പെടുന്ന സൈന്യത്തിൽ ഉമൈർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മടങ്ങിക്കുത്തി നിൽക്കുന്നത് കണ്ടപ്പം അള്ളാഹുവിന്റെ റസൂലുള്ളാഹി പറഞ്ഞു, ഉമൈറെ, ഇന്ന് നേരെ നിൽക്കുമോനെ, നീ മുന്നിൽ നിന്ന് നയിക്കേണ്ടവനാ. ഇത് ഇസ്ലാമിന്റെ യുദ്ധമാ, ഇതാളെ കാണിക്കാനുള്ള യുദ്ധമല്ല. ഉമൈർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, റസൂലേ, പട്ടിണി കൊണ്ടാ നബിയെ, നിൽക്കാൻ പറ്റുന്നില്ല, തളർന്നു പോകുന്നുണ്ട് റസൂലേ. ഒരു കാരക്കയുടെ കഷണം ആരോടെങ്കിലും എനിക്ക് വാങ്ങിത്തരണം പ്രവാചക. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ നേരെ കൈ നീട്ടി. പിൻഭാഗത്ത് നിൽക്കുന്ന ഒരു സ്വഹാബി അയാൾ അരയിൽ നിന്നും
പകുതി കടിച്ചു തിന്നൊരു കാരക്കന്റെ കഷണം എടുത്തു കൊടുത്തു. ആ കാരക്കയുമായി അള്ളാന്റെ ഹബീബ് ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലെത്തും. കണ്ണുനീരോടെ ആ സഹാബത്തിന്റെ കയ്യിലേക്ക് കാരക്ക വെക്കുമ്പം അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു, റസൂലേ സങ്കടപ്പെടല്ലേ, അവരോട് പറയണം അള്ളാന്റെ സ്വർഗമുണ്ടെന്ന്. കാരക്കയുടെ അപ്പുറം അള്ളാന്റെ സ്വർഗമുണ്ടെന്ന് പറയണം. അവർ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് നിന്നവരാ, അവർ റബ്ബിന് വേണ്ടി വാളെടുത്തവരാ. അതുകൊണ്ട് റസൂലേ സ്വർഗമുണ്ടെന്നറിയണം. ആ ആയത്ത് കാരക്ക കൊടുക്കുന്ന കൂടെ അള്ളാന്റെ ഹബീബ് ഉമൈറിന് ചൊല്ലിക്കൊടുക്കും. ആ കാരക്ക കയ്യിൽ പിടിച്ച് ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിക്കും, റസൂലേ ഈ കാരക്ക തിന്നുന്നതിന്റെ മുൻപ് ഞാൻ മരിച്ചാലും എനിക്ക് സ്വർഗം കിട്ടുമോ? കിട്ടും ഉമൈർ. എങ്കിൽ പ്രവാചക, കാരക്കയേക്കാൾ എനിക്ക് അള്ളാന്റെ സ്വർഗമാവേണ്ടത്. ആ യുദ്ധക്കളത്തിൽ ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുണ്ട്. പിന്നീട് രണ്ടാമത്തെ സഫ് നിർത്തുമ്പം സവാദ് റളിയല്ലാഹു അൻഹു കാലിങ്ങനെ അല്പം പിന്തിച്ചു നിന്നു. സഫിൽ നിന്ന് ഒരു കാല് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിന്നു. കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പനയുടെ ഒരു നാരുകൊണ്ട് ആ കാലിന്റെ മടമ്പിനൊരു തല്ല് തല്ലിയിട്ട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, സവാദേ ഇത് നേരെ നിൽക്കുമോനെ, സഫാക്കി നിർത്തല്ലേ, ഞാൻ ഇന്ന് നേരെ നിന്നാലെന്താ? സവാദ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ നിങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകനല്ലേ? അതേ സവാദ്, പിന്നെന്തിനാ നിങ്ങൾ ഇന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ തിരിച്ചു തല്ലണം. അതല്ലേ ഇസ്ലാമിലെ പ്രതിക്രിയ? മുഴുവൻ സഹാബാക്കളും അമ്പരന്ന് നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു വാളൂരി ചോദിച്ചു, റസൂലേ ഞാൻ അവന്റെ പെരടിക്ക് വെട്ടട്ടെ? റസൂലുള്ളാഹി പറഞ്ഞു, പാടില്ല ഉമറേ, എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സവാദ് എന്നെ തിരിച്ചു തല്ലണം. തിരിച്ചു തല്ലാൻ സവാദിന്റെ കയ്യിലേക്ക് കമ്പിക്കഷ്ണം അഥവാ ആ ചൊള്ളിക്കഷണം കൊടുത്ത് അള്ളാഹുവിന്റെ റസൂല് കാത്തിരിക്കുമ്പോ സവാദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വയറ് ആ ഷർട്ട് അല്പം പൊക്കി, അദ്ദേഹത്തിന്റെ തുണി അല്പം പൊക്കി, വയറ്റിന്റെ ആ പൊക്കിട് ഭാഗത്ത് ഉമ്മ കൊടുത്തു. റസൂല് ചോദിച്ചു, എന്തിനാ സവാദേ? സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ തല്ലാനല്ല, അവസാനം നിങ്ങളെ ഒന്ന് തൊടാനാ. ഈ യുദ്ധത്തിലെങ്ങാനും ഞാൻ ബാക്കിയില്ലാതായാൽ എനിക്കെന്റെ റബ്ബിനോട് പറയണം എന്റെ അവസാനത്തെ സ്പർശം എന്റെ ഹബീബായ നബി തങ്ങളെയായിരുന്നെന്ന്. ഈ കേട്ട ചരിത്രത്തിനുള്ളിൽ രണ്ടനുഭവങ്ങൾ ഉണ്ടായപ്പോ റസൂലുള്ളാഹിക്ക് സഹിക്കാൻ പറ്റാതായി. അള്ളാന്റെ ഹബീബ് കൂടാരത്തിന്റെ ഉള്ളിലേക്ക് കയറി കാൽമുട്ടുകളിൽ ഊങ്ങി ആകാശത്തേക്ക് കൈനീട്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ, റബ്ബേ ഈ കുഞ്ഞു സൈന്യത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ ലൻ തുഅബദു ഫിൽ അർളി അബദാ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ജനത ഇനി ഭൂലോകത്ത് ഉണ്ടാവൂല റബ്ബേ. നീ ഞങ്ങളെ സഹായിക്കണം, നീ ഞങ്ങളെ സഹായിക്കണം റബ്ബേ. അവരുമായി മുന്നോട്ട് പോകുമ്പോ നീ ഞങ്ങളെ കൂടെയുണ്ടാകണം. റബ്ബിന്റെ വഹി ഇറങ്ങിയ റസൂലേ, ഒരു പിടി മണ്ണ് വാരുക, മണല് വാരുക, ശത്രുവിന്റെ നേരെ എറിയുക. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം പഠിപ്പിച്ചു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. എന്റെ അടിമ ഹൃദയം തുറന്ന് എന്നോട് സഹായം ചോദിച്ചപ്പോ ഞാൻ അവർക്ക് ഉത്തരം കൊടുത്തു. അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. തുടരെ സഹായിക്കാൻ വേണ്ടി ഞാൻ മലക്കുകളെ അവർക്ക് വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയത്തിന്റെ പതാക നാട്ടി 13-14 സഹാബത്ത് മരണപ്പെട്ടു. ബാക്കി എല്ലാവരും വിജയത്തിലേക്ക് എത്തി എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നു. ആലോചിച്ചു നോക്കൂ, എന്തിനായിരുന്നു ബദർ? മക്കക്കാരെ പാഠം പഠിപ്പിക്കാനോ മക്കയിലെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാനോ അല്ല, മക്കയിലെ കബറുകൾ പൊളിച്ചു മാറ്റാൻ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയാൻ, റബ്ബല്ലാത്ത മറ്റൊരു ഇലാഹില്ലെന്ന് ബോധ്യപ്പെടുത്താൻ. ആ ചരിത്രത്തിന് വേണ്ടി അന്ന് ബദറിൽ അടരാടിയെങ്കിൽ ഇന്നതേ ബദരീങ്ങളോട്, ഇന്നതേ മക്ബറുകളോട്, ഇന്നതേ ജാറങ്ങളോട്, ഇന്നതേ ആളുകളുടെ മന്ത്രിച്ചൂതലിനോട് ഒരുപാട് ദർഗകളിലും ജാറങ്ങളിലും യാത്രകൾ നടത്തി പ്രാർത്ഥിക്കുമ്പോ അത് ബദർ സ്നേഹമല്ല, റസൂലുള്ളാഹിനോടും ബദരീങ്ങളോടും സൃഷ്ടാവായ റബ്ബിനോടും കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേട്. ആ നന്ദികേടാണ് ബദർ 17 അന്ന് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചിലര് ഈ സമൂഹത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതും. ബദരീങ്ങളെ സ്നേഹിക്കണ്ട എന്നല്ല, സ്നേഹിക്കണം, പ്രാണനെ പോലെ സ്നേഹിക്കണം. അള്ളാഹു വരെ പറഞ്ഞിട്ടുണ്ട്, ഫഫ്അലു മാ ശിഅ്തും, ബദരീങ്ങളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. ആ സ്ഥാനം ബദരീങ്ങൾക്ക് നമ്മളെ മനസ്സിലുണ്ട്. പക്ഷെ അവർ കാണിച്ച ആദർശനിഷ്ഠ, അവർ കാണിച്ച തൗഹീദിന്റെ ചേർത്ത് നിൽക്കൽ, ആ ചേർത്ത് നിൽക്കലാണ് ഇന്ന് ഈ ഉമ്മത്ത് ആഗ്രഹിക്കുന്നത്. പൗരത്വ പ്രക്ഷോഭത്തിന്റെ പേരിലും സ്വയം നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയും നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി പ്രഖ്യാപിച്ച് തെളിവ് മുഖേന കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട കാലഘട്ടത്തിൽ പോലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച് റബ്ബിന്റെ ഏകത്വത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയാലേ അള്ളാന്റെ സഹായം നമുക്കുണ്ടാകൂ. അതിനു പകരം അവനാന്റെ ജാറങ്ങളും മക്കബറുകളും വലുതാക്കാനും പൊന്തിക്കാനും ഫാസിസക്കാരന്റെ കൂട്ടുപിടിച്ച് ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ മുസ്ലിം ഉമ്മത്ത് ചേർന്ന് നിൽക്കേണ്ടത് തൗഹീദിലാവണം. കറുത്തവൻ വെളുത്തവൻ എന്ന വ്യത്യാസമില്ലാത്ത തൗഹീദ്, നീണ്ടവൻ കുറിയവൻ എന്ന വ്യത്യാസമില്ലാത്ത തൗഹീദ്,
പ്രമാണിയും പാമരനും എന്ന് വ്യത്യാസമില്ലാത്ത തൗഹീദ്, അല്ലെങ്കിൽ പ്രജയും പ്രഭാവണിമാരും എന്ന വ്യത്യാസമില്ലാത്ത തൗഹീദ്, ആ തൗഹീദിലേക്ക് മുസ്ലിം ഉമ്മത്ത് ചേർന്ന് നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇന്ന് ഭൂലോകത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഒരു പൗരത്വത്തെയും പ്രക്ഷോഭങ്ങളെയും നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യപ്പെടുമ്പോ അത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നവരുടെ ചട്ടുകങ്ങളായി മാറാൻ പാടില്ല. ഏത് പ്രസ്ഥാനക്കാരനായാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും പറയേണ്ടടുത്ത് പറയണം. കുഴിയിലേക്ക് ഗർത്തത്തിലേക്ക് വീണ് കിടക്കുന്നവന്റെ നേരെ കൈനീട്ടുന്നവരുടെ പേരിൽ കേസുകൾ എടുക്കാനല്ല, പറഞ്ഞ വാക്കിനോട് നീതി കാണിക്കാൻ, പിന്തുണയുണ്ടാകാൻ. പ്രക്ഷോഭങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അത് ഉമ്മത്തിനെ മാത്രം ബാധിക്കുന്നതല്ലെന്നും അല്ലെങ്കിൽ വിഭാഗങ്ങളെ മാത്രം തെരഞ്ഞുപിടിക്കുന്നതല്ലെന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള മുസൽമാനും തെളിയിക്കാൻ രേഖകളില്ലെങ്കിൽ അവനും ഇതിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ച് ന്യായീകരിക്കാതെ അതിനുവേണ്ടി പൊരുതാൻ മുൻപന്തിയിൽ ഉണ്ടാകണം. കാലം ആവശ്യപ്പെടുന്നതും ബദർ നമ്മളെ പഠിപ്പിക്കുന്നതും ആ ചേർന്ന് നിൽക്കല, ആ ചെറുത്തുനിൽപ്പ. അത് നമുക്ക് നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും തമ്മിത്തച്ച് രാഷ്ട്രീയക്കാരന് ഗുണമുണ്ടാക്കാനും 4 വോട്ടിനും വേണ്ടി മുസ്ലിം ഉമ്മത്തിനെ തന്നെ തകർക്കാനാണ് ശ്രമമെങ്കിൽ തകരുന്നത് നമ്മളല്ല, നമ്മളെ വിശ്വാസവും നമ്മളെ നിലനിൽപ്പും കൂടിയ. ആ തിരിച്ചറിവോടുകൂടി അള്ളാന്റെ ദീനിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അല്ലാഹുവിനെ മറന്നു പോകരുത് എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരുപാട് ഇബാദത്തുകളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും പിടിച്ചു പറ്റാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഏത് രംഗത്ത് നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കാൻ സാധിക്കുമോ ആ തൃപ്തി കണ്ടെത്താനുള്ള സർവ്വ വഴികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു വിഷയമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ അസുഖങ്ങളെ ചികിത്സിക്കേണ്ടത് സ്വതക്ക കൊണ്ടാവണം. അതിനർത്ഥം സുക്കേട് ബാധിച്ചവൻ സ്വതക്ക മാത്രം ചെയ്താൽ മതി എന്ന അർത്ഥത്തിലല്ല. അപ്രതീക്ഷിതമായ മരണങ്ങളും സുക്കേടുകളും മനുഷ്യനെ തൊട്ട് തടയാൻ അള്ളാഹു കാരണമാക്കുന്നത് അവന്റെ സ്വതക്കയായിരിക്കും, ദാനധർമ്മമായിരിക്കും. സകാത്ത് എന്ന അർത്ഥത്തിലല്ല. സകാത്ത് നിർബന്ധിത ദാനമാണ്. സ്വതക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുത്തതിൽ നിന്ന് ഓരോരുത്തരും റബ്ബിന്റെ പരലോകം ആഗ്രഹിച്ച് കൊടുക്കേണ്ടതാണ്. ആ സ്വതക്കക്കുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് മനുഷ്യൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. നമ്മളൊക്കെ പറയാറുണ്ട് മറ്റേത് പരീക്ഷണവും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, പക്ഷേ ഒരു നിത്യരോഗിയാക്കി കളയുക എന്നുള്ളത്, നമ്മളെ മക്കൾക്കോ നമ്മൾക്കോ ഒരു നിത്യരോഗം വന്നാൽ അതോടെ തീരും നമ്മളെ എല്ലാ സന്തോഷങ്ങളും സമാധാനവും. ഇന്നും പുലർച്ചെ 1 മണി മുതൽ 4 മണി വരെ ഡയാലിസിസിന് വേണ്ടി കിട്ടിയ സമയം ആ സമയമായതുകൊണ്ട് ആഴ്ചയിൽ ഒന്നരാടൻ പല സ്ഥാപനങ്ങളിലും പല സ്ഥലങ്ങളിലും വന്ന് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. ഓരോ മക്കളും കുടുംബക്കാരും സഹായിച്ച് രോഗികൾക്ക് പോലും അതൊരു ദുരിതമാണോ എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം. 11 വർഷങ്ങൾക്ക് മുൻപ് ഒരു കിഡ്നി പേഷ്യൻസിനെ കാണാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 12 ഡോക്ടർമാര് വാഹനം വിളിച്ച് അങ്ങ് ദൂരെ തമിഴ്നാട്ടിൽ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്ന 100% രോഗികളിൽ 50% രോഗികളും കിഡ്നി പേഷ്യൻസുകളാണ്. നിരന്തര ഡയാലിസിസ് സെന്ററുകൾ തുറന്നിട്ടും മിഷനുകൾ മതിയാവുന്നില്ല, സമയങ്ങൾ മതിയാകുന്നില്ല. 60 ആളുകൾക്ക് ഡയാലിസിസിന്റെ സൗകര്യങ്ങൾ 68 ആളുകൾക്ക് സൗകര്യം ചെയ്യുന്ന ഹാൽസിയൻ ഡയാലിസിസ് സെന്ററിന്റെ മുൻപിൽ പോലും 100 കണക്കിന് അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഡയാലിസിസ് സെന്ററുകൾ തുടങ്ങുന്നു, മിഷനുകൾ വീണ്ടും ആവശ്യങ്ങൾ വരുന്നു. ശരീരത്തിലേക്കുള്ള സൂക്കേടുകളുടെ കുത്തൊഴുക്ക് എന്തുകൊണ്ടോ ആവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തുള്ള ഏറ്റവും നല്ല ഒരു പ്രവർത്തനത്തിന് നമ്മളും അതിന്റെ ഭാഗമാകണം.
ഹാൻസി ആൻഡ് ഡയാലിസിസ് സെന്റർ നമ്മളുടെ പ്രദേശത്തിന്റെ ഒരു വെളിച്ചമാണെങ്കിൽ അതിനെ സഹായിക്കുക, മുന്നോട്ട് പോകാൻ നമ്മളെ സ്വതക്കകളെ കൊണ്ട് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയായി കാണണം. ഒരുപക്ഷെ നാളെ നമ്മളിൽ ആർക്കാണ് ഇത് ഉപയോഗപ്പെടുക എന്ന് പറയാൻ സാധിക്കുകയില്ല. ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോഴും ഈ ഖുതുബ പറയുമ്പോഴും എന്റെ മനസ്സിലുള്ളത് നാളെ ഒരുപക്ഷെ എനിക്കൊരാവശ്യക്കാരനായാൽ അതെനിക്കൊരു തണലാകണം എന്നൊരു പ്രാർത്ഥനയോടുകൂടി മാത്രമേ ഈ വാക്കുകൾ ഒരാളെ മുൻപിൽ പറയാൻ പറ്റൂ. നമ്മളാർക്കും ഏതൊരാൾക്കും അതിന്റെ ഭാഗത്തേക്ക് വരാനുള്ള അവസരം റബ്ബ് ഉണ്ടാക്കാതിരിക്കട്ടെ. രോഗിയായിട്ട് അല്ലാത്ത നിലക്ക് സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും മുൻപന്തിയിലുണ്ടാകണം. സ്വതക്കകളായി നമ്മൾ അതിന് മുന്നിട്ടിറങ്ങണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ആഖിറത്തിന് വേണ്ടി കണ്ടെത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. നാഥ, പല അസുഖങ്ങളും ബാധിച്ചേറെ പ്രയാസപ്പെടുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. എല്ലാം എളുപ്പം ശിഫ നൽകി മാരകമായ അസുഖങ്ങളിൽ നിന്ന് കാത്തുരക്ഷിച്ച് വേദനാജനകമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരുടെ കബറുകൾ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഓരോരുത്തരുടെയും കബറുകൾ നീ വിശാലമാക്കി കൊടുക്കുകയും എല്ലാവിധ സ്വർഗത്തിന്റെ സമാധാനം കൊണ്ട് ഓരോരുത്തരോടും നീ തൗഫീഖ് കാണിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. ഒരു ചെറിയ കുട്ടിയടക്കം ഏറെ പ്രയാസത്തിൽ രോഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ നാഥ, ഓരോ മക്കളുടെയും ഓരോരുത്തരുടെയും അസുഖം നീ എളുപ്പത്തിൽ ശിഫ നൽകുകയും ആ പരീക്ഷണം കൊണ്ട് വേദനിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിന് നീ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ദീർഘായുസ്സോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോ രോഗികൾക്കും നിന്റെ തൗഫീഖ് ഉണ്ടാകണമേ. കടബാധ്യതയിൽപ്പെട്ട് ഹറാമായ ലോണ് പോലെയുള്ള ഇടപാടുകളിൽ അറിവില്ലായ്മ കൊണ്ട് പെട്ടുപോയവരുണ്ട് നാഥ. അതിന്റെ പേരിൽ നീ പരീക്ഷിക്കാതെ ഹലാലായ നിലക്ക് സാമ്പത്തികം ഇടപെടാനും ഹലാലായ നിലക്ക് ജീവിച്ചു മരിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ നല്ലൊരു മഈശത്ത് ഉണ്ടാക്കി കൊടുക്കണം. പഠിക്കുന്നുണ്ട് നാഥ. അല്ലാഹുവിന്റെ മാർഗത്തോടൊപ്പം ആ പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന മനസ്സിന്റെ നന്മയുള്ള മക്കളാക്കാനും ആ മക്കൾക്ക് ഉപകാരമുള്ള മാതാപിതാക്കളാവാനും ഞങ്ങൾ ഓരോ കുടുംബത്തിനും നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഗസയിലെ, ഫലസ്തീനിലെ, സുഡാനിലെ പട്ടിണി പാവങ്ങളടക്കം നാഥ, ഭക്ഷണം തന്ന നാഥ, ഓരോ സഹോദരങ്ങളെയും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നീ എത്തിച്ച് ഓരോരുത്തരുടെ ജീവിതത്തിലും സന്തോഷം നൽകണമേ. ഈ പരിശുദ്ധ റമളാനിനെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുകയും റബ്ബിന് ഇഷ്ടപ്പെട്ട് റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നാഥ, പകലുകളും രാവുകളും നിനക്ക് വേണ്ടി മാറ്റിവെച്ചവരുണ്ട് നാഥ. ആത്മാർത്ഥമായി തറാവീഹ് അടക്കം നിസ്കരിച്ച് നിന്റെ കൂലി ആഗ്രഹിക്കുന്നവർ ഇതൊന്നും പ്രകടനപരതയിൽപ്പെടാതെ നിനക്കിഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തക്കതായ പ്രതിഫലം ഇഹലോകത്തും പരലോകത്തും നന്ദി നീ ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.